ഹേയ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എനിക്ക് പേഴ്സണലി ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്താണെന്നാവും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതല്ലേ? അതൊരു ഫ്രണ്ട്ഷിപ്പ് ജേർണലാണ്. ഫ്രണ്ട്ഷിപ്പ് ജേർണലോ? അതെന്താ സംഭവം എന്ന് തോന്നുന്നുണ്ടോ? അത് പറയാം. എനിക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. അത് പറയണ മുന്നേ നമുക്കൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചാർട്ട് പേപ്പറിൽ കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയത്? എൻ്റെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരു 4th മുതൽ ഒരുമിച്ചാണ്, എപ്പോഴും ഒരുമിച്ച് തന്നെ. ഞങ്ങളെ ത്രിമൂർത്തികൾ എന്നൊക്കെ കളിയാക്കി ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 7th പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത്, ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണൽ ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു നെയിമൊക്കെ ഇതിനിടാവോ എന്ന് എനിക്കറിയില്ല. എന്നാലും സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ ഓരോ ബുക്സ് ഉണ്ട്. ഓരോ ദിവസം സ്കൂൾ വിടാനാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ബുക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഈവനിങ് സ്കൂൾ വിട്ട് പോയിട്ട് അന്ന് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യം ഫുൾ അതിലെഴുതും. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാനായകൻ. ഇതെൻ്റെ കയ്യിലുള്ള കോപ്പിയാണ് കേട്ടോ. അവരുടെ കയ്യിൽ വേറെ 2 ഉണ്ട്. അന്ന് ഇതിൻ്റെ വില എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തുറന്നു നോക്കുമ്പോഴാണ് ഇത് എത്ര വാല്യുബിൾ ആണെന്ന് തോന്നുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അതിൽ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അന്ന് ഒരുപാട് പേര് ഇതൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളതൊരു തമാശയ്ക്ക് മാത്രമായിട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അത് ഓരോ പേജ് മറിക്കുമ്പോൾ ഓരോ വിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊന്നും ചോദിച്ചാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ അതിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഓരോ ദിവസം നടന്ന വിശേഷങ്ങളും ഓരോ രഹസ്യങ്ങളും എല്ലാ സംഭവം അതിലുണ്ട്. അപ്പോൾ ഞാനത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനൊരു ബ്ലൂ ഷെയ്ഡിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ബ്ലൂ കളർ എടുത്ത് അടിക്കുകയാണ്. കുറച്ച് ബ്ലൂ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്ത് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബൊക്കെ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാം. നല്ല മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതെടുത്ത് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കിതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കിയാലോ. അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ വെറുതെ ഡേറ്റ് ഇട്ടിട്ട് ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. പക്ഷേ ഇപ്പോൾ കുറേ ജേർണൽസൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ജേർണൽ തന്നെ ഇതിന് നെയിം ഇടാം അല്ലേ. ഞങ്ങളിതിന് SNS ബുക്ക് എന്നാണ് വിളിച്ചിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ 3 ആളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് SNS എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേര് SNS തന്നെയാണ്. അങ്ങനെ ഞങ്ങളതിന് SNS ബുക്ക് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഓരോ ബുക്കിനും ഓരോ പേരുണ്ടെങ്കിലും ഒരു അടിപൊളി സംഭവമല്ലേ, ഒരു നൊസ്റ്റാൾജിയ. ഇതിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടണമെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അതിപ്പോൾ ആർക്കും മനസ്സിലാവില്ല. അത് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ആ ബുക്സ് മറിച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ഈ ജേർണലിൽ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും SNS ബുക്ക് ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പഴയ ബുക്കിൽ തന്നെ ഞാനിത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി ഉള്ളിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഒരു എബൌട്ട് അസ് എഴുതാം. ഒരു ഡൂഡിൽ ചെയ്യാം. എബൌട്ട് അസ് എന്ന് എഴുതിയിട്ട് നമുക്ക് നിറയെ ചുറ്റും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ഇരട്ട പേരുകളും കുറേ ഫണ്ണി ഇൻസിഡൻസും എല്ലാം ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ഒരു ഡൂഡിൽ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബ്ലൂ കളർ ചാർട്ട് വെട്ടിയെടുത്തിട്ട് ആ സൈഡിലൊട്ടിക്കുന്നുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡിൽ കളർ വെച്ച് എഴുതിയ കാരണം കലമ്പായി കിടക്കല്ലേ. അപ്പോൾ അതൊന്ന് ടാലി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു. എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സ് ഓഫ് ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കതിൽ കുറേ ഫ്ലവേഴ്സൊക്കെ വരച്ച് വയ്ക്കാം. അടുത്തത് എന്താ വെച്ചാൽ ഒരു ഹാപ്പിനെസ് കാൽക്കുലേറ്റർ. ഹാപ്പിനെസ് കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു ഈ ബുക്ക് എഴുതുന്ന സമയത്തെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഒരു ജാർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ കുറേ കളേഴ്സ് വെച്ചിട്ട് കുറേ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് എഴുതുന്ന സമയത്ത് നമ്മുടെ ഹാപ്പിനെസ് ലെവൽ എന്താണെന്ന് നോക്കാം. ഇതേ കുറേ ഷേപ്സ് വിത്ത് കളേഴ്സ് കാണിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അടുത്തതൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ചാർട്ട് പേപ്പറിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എഴുതാം. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സംഭവമായിരുന്നു ബക്കറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യൽ. ഒന്നും ഓൾമോസ്റ്റ് നടന്നിട്ടില്ല,
പക്ഷേ നമുക്കതിങ്ങനെ പറഞ്ഞിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഓരോ സിനാരിയോസ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. നമ്മൾ ഒരു ദിവസം അവിടെ പോവും, ഇവിടെ പോവും, അങ്ങനെ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ബുക്ക് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മെമ്മറീസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത സംഭവം വെച്ചാൽ അതൊരു ഫണ്ണി തിങ്ങാണ്. ഒരു ആസ്ക് മീ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തേക്കാം. ആസ്ക് മീ എന്നുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ ഓരോ സംഭവങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ തന്നെ ഒരു ചുമ്മാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആക്കിയിട്ട് നമ്മളിടും. അങ്ങനെ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. അതായിരുന്നു. എന്നിട്ട് അതിൽ തന്നെ എഴുതും അതിൻ്റെ ഉത്തരം ബാക്കിലുണ്ട്, ഗസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ അന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസം. അത് ഗസ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു രസം, ഗസ് ചെയ്തിട്ടില്ലെങ്കിൽ അയ്യോ കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. ആരും ഹേർട്ട് ചെയ്യുന്ന സംഭവം ഒന്നുമല്ല കേട്ടോ, പക്ഷെ എന്നാലും നമ്മളത് ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ജേർണലിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കോളം ആസ്ക് മീക്കായിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ നമുക്ക് ബാക്കിലൊരു എൻവലപ്പ് ഒട്ടിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ ഷെയ്ഡിൽ തന്നെ ഒരു കുഞ്ഞ് എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിലെഴുതി വയ്ക്കാം ആൻസർ ഈസ് ഹിയർ എന്ന്. അപ്പോൾ നമുക്ക് ജേർണലിങ് എഴുതി തുടങ്ങാം അല്ലേ. എന്നാൽ പിന്നെ എൻ്റെ ഭാവനയിലുള്ള ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് SNS ബുക്ക് കണ്ടാലോ. ഞാൻ അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തിനാ അപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ തോന്നുകയാണെങ്കിൽ അത് വേറൊരു തോന്നലാട്ടോ. ട്രസ്റ്റ് മീ, ഇത് ഭയങ്കര ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ സ്വാഭാവികമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനാണ്, ഷെക്കില, നസീബ. രണ്ടാളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള SNS ബുക്ക് എടുത്ത് നോക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി ആൾക്കാരൊക്കെ എന്തായാലും നിങ്ങളുടെ വേർഷൻ ഓഫ് SNS ബുക്ക് ഉണ്ടാക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണൽ ഉണ്ടാക്കും. എന്തായാലും ഫ്യൂച്ചറിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനൊരു ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ടപ്പോൾ അത് നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.